സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. മുൻകാല വോളി താരങ്ങളുടെയൊക്കെ നേട്ടങ്ങളുടെ ഡോക്യുമെന്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്നും കളിച്ചിരുന്ന കാലത്ത് പത്രങ്ങളിൽ വാർത്ത വന്ന് അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന താരപ്രഭ മാത്രമാണ് കേരളത്തിലെ ഒട്ടുമിക്ക കളിക്കാരുടേതെന്നും ലോക വോളിബോളിന്റെ ഇതിഹാസ താരമായിരുന്ന ജിമ്മി ജോർജിന്റെ സഹോദരനും മുൻ സംസ്ഥാന താരവുമായ സെബാസ്റ്റ്യൻ ജോർജ് വടകരയിൽ പറഞ്ഞു. രാജീവിന് ഞാൻ ആദ്യം കണ്ട 76-ലാണ് രാജീവിന് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ടീമിൽ വരുന്നത്. ആ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ മാണി സി കാപ്പനായിരുന്നു. ഇപ്പോഴും വടകരയ്ക്കൂടെ പോകുമ്പോൾ ബാസിയെ വിളിക്കും. പിന്നെ വടകരയുടെ ചരിത്രം ആദ്യം മുതൽ തന്നെയുണ്ട്. മലബാർ ജിംഖാന എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു വോളിബോൾ ക്ലബ്ബാണ് മലബാർ ജിംഖാന. 1930 എനിക്ക് തോന്നുന്നു സജീവൻ മാഷ് എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് എടുത്തത്. പിന്നീട് അസീന വന്നു. അസീന ശേഷമാണ് വടകര സ്പോർട്സ് ക്ലബ്ബ് വരുന്നത്. ഞാൻ കളിക്കുന്ന 70 വരുമ്പോഴത്തേക്കും കുഞ്ഞിരാമേട്ടൻ അവരെല്ലാം ശ്രീനിവാസന്, രാമന്, കുഞ്ഞാലി, മുസ്തഫ അവരെല്ലാം കളിക്കുന്ന മൂൺലൈറ്റ് റിക്രിയേഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് വന്നിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നത് പ്രേംജിത്ത് ആയിരിക്കണം 98 വരുന്നത്. ഏഷ്യൻ ഗെയിംസ് കളിക്കുന്ന പ്രേംജിത്താണ്. വടകരയുടെ പഴയ കളിക്കാരാണ് നാരായണൻ നായർ, ഇരിങ്ങൽ പപ്പന്, മൂന്തേട്ടൻ, അവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇരിങ്ങൽ പപ്പൻ്റെ മുമ്പിലൂടെ ഒരു അക്കാഡമി ഉണ്ടെന്നുള്ളറിയാം. വോളിബോളിൻ്റെ ചരിത്രം കമ്പയർ ചെയ്തപ്പോൾ ഈ പഴയ ടീം ഫോട്ടോസും എല്ലാം വലിയൊരു ശേഖരമായിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലൊരു ബുക്കായിട്ട്, പക്ഷേ 1000-ഓളം പേജുകൾ വേണ്ടി വരും. കംപ്ലീറ്റ് ചരിത്രം ഓരോ കാലഘട്ടത്തിലെ ടീമുകൾ 950 മുതൽ ഇന്ത്യൻ ടീം കളിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ കോമ്പറ്റീഷൻസിൻ്റെ ഫോട്ടോസ് കളക്ട് ചെയ്യാൻ സാധിച്ചു. അതിൽ 25 പേര് അർജുന അവാർഡ് ജേതാക്കളുണ്ട്. അതിൽ 8 പേര് മലയാളികളാണ്. പിന്നെ ഏഷ്യൻ ഗെയിംസിൽ ഒരു 150-ഓളം കളിക്കാർ ഇതുവരെ നമുക്ക് കളിച്ചിട്ടുണ്ട്, മെൻ ആൻഡ് വുമൻ. കേരളത്തിൽ തന്നെ ധാരാളം പേര് വന്നിട്ടുണ്ട്. 25-ലധികം കളിക്കാറുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റൻസ് ആയിട്ടുള്ള 25-ലധികം പേരുണ്ട്, മലയാളികൾ തന്നെ. അപ്പോൾ ആ ഒരു ചരിത്രം അതാണ് വരും തലമുറയ്ക്ക്, അതായത് മുൻകാല താരങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഒരു ഇൻസ്പിറേഷനായി മാറാൻ സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഇതാണ്. പക്ഷേ ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഫെഡറേഷനോ ഗവൺമെൻറ്റോ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണിത്. കാരണം ആ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ പത്രത്തിൽ വാർത്ത വരുന്നതെല്ലാം അറിയും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഈ കളിക്കാരൊന്നും വിസ്മരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ശേഖരിച്ചു തുടങ്ങിയപ്പോൾ ഫേസ്ബുക്ക് വർക്കൗട്ടൊക്കെ ഇതൊക്കെ വാട്സപ്പൊക്കെ വന്ന ശേഷമാണ് കൂടുതൽ സജീവമായിട്ട് ചെയ്യാൻ സാധിച്ചത്. അതിൽ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് പഴയ സുലൈമാൻ മാടസമയ്ക്കുമ്പോൾ അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ അവർ കാണാത്ത ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നെ ബന്ധപ്പെടാറുണ്ട്. അവരുടെ ഒരു വല്യപ്പനും കളിച്ചിരുന്നു ആ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ച ടീമിലെ ആ ഫോട്ടോസ്, ഏഷ്യൻ ഗെയിംസ് കളിച്ച ടീം ഫോട്ടോസൊക്കെ അവരുടെ കുടുംബത്തിലില്ല എന്നുള്ളതാണ്. വോളിബോൾ ഫെഡറേഷനും ഗവൺമെന്റുമൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മുൻ സംസ്ഥാന വോളി താരവും വോളിബോൾ സംഘാടകനുമായിരുന്ന പി രാജീവൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ കൈവശമുള്ളതും ശേഖരിക്കപ്പെട്ടവയുമായ ഒട്ടേറെ കളിക്കാരുടെ ഫോട്ടോകളും കളികളുമെല്ലാം നവമാധ്യമങ്ങളുടെ ജനങ്ങൾക്കു വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവും അദ്ദേഹം വിവരിച്ചു. എനിക്കെല്ലാം ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള തോന്നിയ ഒരു അനുഭവം ഉണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സിയോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ DVD 86 ജിമ്മി ലാസ്റ്റ് കളിച്ച് 25 കൊല്ലത്തിന് ശേഷമാണ് എൻ്റെ കൈവശം വരുന്നത്. ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെന്ന് ഒരു ആളെൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാണ് ഹൈദരാബാദിൽ നിന്നും. ആ കളിക്കുന്ന ഇത്ര നമ്പർ ജേഴ്സി അതെൻ്റെ ഫാദറാണ്. ആ DVD എനിക്ക് ആരാണ്? അബ്ദുൽ ബാസിത്തിൻ്റെ മകനാണ്. ബാസിത്ത് മരിക്കുമ്പോൾ ആ പയ്യന് 3 മാസം പ്രായമുള്ളൂ. അവൻ അപ്പനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ DVD-ക്കകത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. വളരെ ടച്ചിങ് ആയിട്ട് ഞാൻ പിന്നെ അയച്ചു കൊടുത്തത്. കാരണം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള ഒരുവിധം കളിക്കാരായിട്ടും എവിടെ സ്റ്റേറ്റിൽ പോയാലും ആ സ്റ്റേറ്റിൽ നിന്നുള്ള പഴയ കളിക്കാർ അവരുടെ കുടുംബങ്ങളായിട്ടെല്ലാം നമുക്ക് ബന്ധമുണ്ട്. വ്യക്തിബന്ധങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളതാണ്. അവർ ഇതല്ല ഇറ്റലി കളിക്കുന്ന ഫുള്ള് അന്നത്തെ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വീഡിയോ കാസറ്റാണ്. അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് ലഭ്യമല്ല. അത്രയില്ല. ഇറ്റലിക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇയാൾ വോളിബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലായി. ഞാൻ വെറുതെ ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ജിമ്മി ലാസ്റ്റ് കളിച്ചത് ഇങ്ങനെ സിയോൾ ഏഷ്യൻ ഗെയിംസ് എൻ്റെ ബ്രദറായിരുന്നു, ഇറ്റലി വെച്ച് മരണമടഞ്ഞു. ഞാൻ ഈ DVD-ക്ക് വേണ്ടി 25 കൊല്ലം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ക്യാൻ യു ഹെൽപ്പ് മീ എന്ന്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല, ഇയാൾ ആരാന്ന് അറിയത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ജിമ്മി മൈ വെരി ഗുഡ് ഫ്രണ്ട് എന്നും പറഞ്ഞ്. അദ്ദേഹം പാർക്ക് ഹ്യൂ വോൺ എന്ന് പറയും, കൊറിയയുടെ അന്നത്തെ ചീഫ് കോച്ചാണ്. കൊറിയയുടെ ഒളിമ്പിക് പ്ലെയറായിരുന്നു. ജിമ്മി കളിക്കുന്ന കാലത്ത് അദ്ദേഹം ഇറ്റലിയിലുണ്ടായിരുന്നു. ഇവർ പരിചയക്കാരായിരുന്നു. എനിക്കറിഞ്ഞൂടാ, ഞാനും പ്രതീക്ഷയില്ല. ഗിവ് മീ 4 weeks ടൈം എന്ന് പറയുന്നത്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സും ചോദിച്ചുകൊണ്ട് അടുത്തിൻ്റെ മെസ്സേജ് ചെയ്ത് വരുന്നു. ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ DVD 4 നൂറ്റാണ്ട് ശേഷം ഇവിടെ വരാൻ ഇടയായതും. അന്ന് നമുക്ക് ഒരുപക്ഷെ വീഡിയോ കാസറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഫംഗസ് അടിച്ച് പോവുകയുണ്ടായിരുന്നു. ഇവരത് എങ്ങനെ പ്രിസർവ് ചെയ്തു എന്നുള്ളതാണ്.
4 വർഷത്തോളമായി അംഗീകാരമുള്ള ദേശീയ വോളി ഫെഡറേഷനോ നാഷണൽ ദേശീയ ചാമ്പ്യൻഷിപ്പോ ഇല്ലാതായിട്ട്. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, അതിനപ്പുറം ഇവിടെ കളിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ തലമുറ ഇപ്പം ഈ വോളിബോളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം ഞാനിവിടെ പരാമർശിക്കേണ്ട വലിയൊരു പ്രതിസന്ധി. കാരണം 4 വർഷമായി അംഗീകാരമുള്ള ദേശീയ ഫെഡറേഷനിൽ അംഗീകാരമുള്ള ചാമ്പ്യൻഷിപ്പില്ല. ഈ കളിക്കാരെങ്ങോട്ട് പോകണം? നിങ്ങൾ സ്പോർട്സ് കോഡ് പറഞ്ഞ് എന്തെങ്കിലും ആയിക്കോട്ടെ, ആര് ഭരിക്കുന്നുള്ള വിഷയം, കളിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. നിങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പകരം സംവിധാനം എന്തുകൊണ്ട് ഏർപ്പെടുത്തുന്നില്ല? ഇവിടെ ഒരു അഡ്വോ കമ്മിറ്റി ഇട്ടിട്ട് 1.5 വർഷമാകുന്നു. നാഷണൽ ചാമ്പ്യൻഷിപ്പില്ല. കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ വോളിബോൾ ഔട്ടായിപ്പോയി. ഇതിനെന്താണ് പരിഹാരം പറയുന്നില്ല. 8 മാസമായിട്ട് കോടതി കേസിരിക്കുക. ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന് പറയാൻ മിനിസ്ട്രിക്ക് സാധിക്കുന്നില്ല. കോടതി പറയുന്നത് ഇത് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ മാത്രം നടത്തിയാൽ മതി ഇലക്ഷൻ എന്നുള്ളതാണ്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. എല്ലാവരും അതിനെതിരെ പ്രതികരിക്കുക. ഇതിൻ്റെ പൊളിറ്റിക്സ് അല്ല വിഷയം. കളിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? വടകര ശ്രീനാരായണ സ്കൂളിൽ നടന്ന പി രാജീവിന്റെ 1ാം ചരമവാർഷിക ദിനാചരണ പരിപാടിയിൽ വി വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു. പി രാജൻ, വി പ്രേമൻ, പ്രദീപൻ വട്ടോളി, ടി രാധാകൃഷ്ണൻ, MC സുരേഷ്, ഹാരിസ് CA, മൂസ നാസർ, മുരളി പുറന്തോടത്ത്, കെ ശ്രീധരൻ, സമദ്, വി ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വനിതകളുടെ പ്രദർശന മത്സരവും നടന്നു. മത്സരത്തിൽ ജിംഖാന വടകര വിജയികളായി.